ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം നല്ലൊരു ഉച്ചയുറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റു. മോളിപ്പോഴും ഉറങ്ങുകയാണ്. അവൾ അടുത്ത ആളുണ്ടെങ്കിൽ അവൾ ഉറങ്ങും. അങ്ങനെ കൂടെ കിടന്ന് ഞാനും അങ്ങ് ഉറങ്ങും. പലപ്പോഴും അങ്ങനെയാണ്. അവൾ അടുത്ത് കൂടെ കിടന്നാണ് ഞാനും ഉറങ്ങാറ്. ഇപ്പം കൂടുതൽ സമയം ഞാനും ഉറങ്ങുകയാണ് ചെയ്യും. കാര്യം ഫീഡ് ചെയ്യുന്നത് കൊണ്ടും വേറെ പണികളൊന്നും ഇപ്പോൾ ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും കൂടുതൽ സമയം ഉറങ്ങാൻ തന്നെയാണ്. പിന്നീട് ഞാൻ ഉറക്കുന്ന എണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ഒരു ഫേസ് പാക്ക് ഇട്ട്. ഇത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് തന്നെ. ബീട്രൂട്ട് പൗഡറും തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊന്ന് മുഖത്തൊക്കെ ഇട്ട്. ഈ പ്രസവത്തിന് ശേഷം മുഖമൊക്കെ നല്ലപോലെ കറുത്ത പാടുകളും ഇരുണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നല്ലോ. അയൺ ഗുളിക പ്രത്യേകിച്ച് കഴിക്കുമ്പോൾ ശരീരം നല്ലപോലെ കറങ്ങും. അതുകൊണ്ട് ഇപ്പോഴും ചെറിയ രീതിയിൽ വീട്ടിലുള്ള പൊടിക്കൈകളൊക്കെ വെച്ച് ചെറിയ ചെറിയ ഫേസ് പാക്കുകളൊക്കെ ഇടാറുണ്ട്. പുറത്തൊന്നും ഒന്നും വാങ്ങിയിടാറില്ല. നമ്മുടെ കാപ്പിപ്പൊടി, തൈര്, തക്കാളി നീര് ഇതൊക്കെയാണ് കൂടുതൽ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. നല്ലപോലെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയ ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഇന്ന് ചായയുടെ കഴിക്കാൻ ബിസ്ക്കറ്റാണ്. കൂടുതൽ സമയം ഇവിടെ ബിസ്ക്കറ്റാണ് വാങ്ങാറ്. കാര്യം മൂത്ത ആൾക്ക് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ബിസ്ക്കറ്റാണ് എപ്പോഴും കാണാറുള്ളത്. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്നപ്പോഴേക്കും ആളിപ്പോഴും നല്ല ഉറക്കം തന്നെ. ആരുടെയും ബഹളമൊന്നുമില്ല. എങ്കിൽ ആൾ നല്ലപോലെ കുറേ നേരം ഇറങ്ങും. പിന്നീട് ഞാൻ മടക്കി വെച്ച തുണികളെല്ലാം ഒന്ന് അലമാരയെ കൊണ്ട് വയ്ക്കാൻ വേണ്ടി എല്ലാം പറക്കിയെടുത്തത്. അമ്മയാണ് ഇതെല്ലാം മടക്കി വെച്ചത്. പിന്നെ ഇതെല്ലാം കൃത്യസ്ഥാനത്ത് കൊണ്ട് വയ്ക്കണം. അതാണ് എൻ്റെ ഡ്യൂട്ടി. മോളുടെ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ തുണിയെ കൊണ്ടുവച്ചു. മോളുടെ തുണിയെല്ലാം മടക്കി ഈ ബാസ്ക്കറ്റിലാണ് വെക്കാറ്. സാധാരണ ഡെലിവറി കഴിയുന്ന വീടുകളിലെല്ലാം ഇങ്ങനൊരു ബാസ്ക്കറ്റ് കാണാറുണ്ടല്ലോ. ഇത് ഹോസ്പിറ്റൽ ബാസ്ക്കറ്റാണ്. മോളുടെ തുണി ഇപ്പോഴും ഈ ബാസ്ക്കറ്റ് തന്നെയാണ് വെക്കാറുള്ളത്. ഇപ്പം ഇത് നിറഞ്ഞോ. അന്ന് കുറച്ച് തുണിയേ ഉള്ളായിരുന്നു. ഇപ്പോൾ തുണിയുടെ എണ്ണവും കൂടി. പിന്നെ ഞാൻ മോളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഇപ്പോഴും ചെറിയ മയക്കത്തിലാണ്. ഇടയ്ക്കൊന്ന് എണീറ്റ് കരഞ്ഞു. പിന്നെ പാലും കുടിച്ച് വീണ്ടും ഒന്ന് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴത്തേക്ക് കുറേ നേരം എടുത്ത് കൈ വെച്ച് കളിപ്പിച്ച് ഞാൻ. കുറേ നേരം കൈ വെച്ച് കളിപ്പിക്കത്തില്ല. കാര്യം കയ്യിലിരുന്ന് ചൂട് പിടിച്ചാൽ പിന്നെ അവൾ തറയിൽ കിടക്കത്തില്ല. അതുകൊണ്ട് കുറേ നേരം പിന്നെ തറയിൽ കിടത്തി ഇങ്ങനെ കളിപ്പിക്കും. കുറേ നേരമൊക്കെ കിടക്കും. പിന്നെയും കരഞ്ഞ് വിളിച്ച് നമ്മുടെ കൈ വരും. കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ കളിക്കും. പിന്നെ കരഞ്ഞപ്പോഴത്തേക്ക് അവളെ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ രാത്രിത്തെ ഫുഡ് കഴിച്ചു. ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടി അപ്പവും ബീഫ് കറിയായിരുന്നു. കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീഫും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അപ്പവുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. കുഞ്ഞാവുള്ളതുകൊണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. പഴയതുപോലെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താൽ കുഞ്ഞ് കരയും. അത് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ കുഞ്ഞിനെ അമ്മയുടെയിലോ അമ്മാമ്മയുടെയിലോ കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അവരാരെങ്കിലും കഴിക്കുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വാങ്ങിയാണ് ആഹാരം കഴിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ആഹാരം കഴിപ്പൊന്നും ഇപ്പോൾ നടക്കാറേ ഇല്ല. കാര്യം എപ്പോഴാണ് കുഞ്ഞ് കരയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞ് കരയുമ്പോൾ അപ്പം തന്നെ എടുക്കണം. അല്ലെങ്കിൽ നിർത്താതെയുള്ള കരച്ചിലായിരിക്കും. പിന്നെ ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരാന്ന് വെച്ചാൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ആളെടുക്കും. ആഹാരം കഴിച്ച ശേഷം കുറച്ച് നേരം എഴുതാതെ നടക്കും. ആഹാരമൊക്കെ ദഹിക്കണ്ടേ. കുറച്ച് നേരമൊക്കെ നടങ്ങോട്ടും ഇവിടെ നടന്നിട്ടേ കിടക്കാറുള്ളൂ. ഈ നിൽക്കുന്ന മരം കണ്ടോ? ഇത് മരമല്ല, ഒരു ചെടിയാണ്. ഇത് നമ്മുടെ തെറ്റിച്ചെടിയാണ്. പക്ഷേ ഇതിപ്പോൾ മരം പോലെയായി. ഇത് വെള്ളത്തെറ്റിയാണ്. ചെറിയ പൂക്കുള്ള വെള്ളത്തെറ്റിയാണ്. ഇത് നമ്മുടെ വീടല്ലല്ലോ, വാടക വീടാണ്. അവരൊക്കെ പണ്ടെന്തൊക്കെ നട്ടേയിരിക്കും. പക്ഷേ അതിപ്പോൾ വളർന്നൊരു മരം പോലെയായി. പക്ഷെ ഇത് പകൽ കാണുന്നതിനേക്കാൾ ഭംഗി രാത്രി കാണുന്നതാണ്. നല്ല രസമാണ് അത് കണ്ടോടെ നിൽക്കാൻ തന്നെ. ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ, അതിന് മരം നിറച്ച് പോവാണ്. കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന്. നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും മരങ്ങളാണ്. റബ്ബറും വാഴയും അല്ലാത്ത മഹാഗണി, പ്ലാവന, കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. ഈ മരങ്ങൾ നടക്കാണ് നമ്മുടെ വീട്. അതുകൊണ്ട് വലിയ ചൂടൊന്നും അറിയില്ല. വീട് ഷീറ്റിട്ടാണെങ്കിലും ഈ മരങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. എപ്പോഴും നല്ല കാറ്റും നല്ല തണുപ്പുമൊക്കെയാണ്. ഈ ചൂട് സമയത്ത് ഇവിടെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യാറില്ല. നല്ല കാറ്റൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ തന്നെ ഒരു 10-10:30 ആയി കാണും. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലും ഒരു ഏത്തപ്പഴവും കഴിക്കും. അതിപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കും. കുഞ്ഞിന് പാലുണ്ടാവാൻ വേണ്ടിയൊക്കെ കാൽസ്യം പ്രോട്ടീനും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്ഥിരമായിട്ടും കഴിക്കുകയും ചെയ്ത് മുടങ്ങാറുമില്ല. ഇതെല്ലാം കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം.